നമ്മുടെ ചുറ്റിനുള്ളത് നമ്മളാദ്യം കഴിക്കണം. അതാണ് വിഷമില്ലാത്തതും നമുക്ക് തൊട്ടറിയാവുന്ന സാധനമാണ്. നമ്മുടെ ചുറ്റിനുമുള്ളത് എന്തുവാണോ അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മുടെ ഈ മലയോര മേഖലയിൽ ഇഷ്ടം പോലെ മുരിങ്ങയിലയുടെ അന്ന് കാട് പിടിച്ച് കിടക്കുകയാണ് മുരിങ്ങയില. ഇതാരും ഉപയോഗിക്കുന്നില്ല. ഇതെല്ലാം ആരും മുരിങ്ങയില, അങ്ങനെയുള്ള മത്തയില, തകരയില, ഇങ്ങനെയുള്ള ഒരുപാട് ഇലകളുണ്ട്. ഇലവർഗ്ഗങ്ങൾ ആരും ഉപയോഗിക്കുന്നില്ല. ഇലവർഗ്ഗത്തിനെക്കുറിച്ച് ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് അതിനെക്കുറിച്ച് വലിയ അറിവുകളൊന്നും ഇല്ല. നമ്മുടെ ചുറ്റുമുള്ളത് അത് എന്താണോ അതാണ് നമുക്ക് നല്ലത്. നമ്മൾ പോയി തമിഴ്നാട്ടിൽ നിന്ന്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് പച്ചക്കറിയിലത്തെ അതുകൊണ്ടുള്ള സാധനങ്ങൾക്ക് വിഷമടിച്ച് വരുന്നത് വില കൊടുത്ത് മേടിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചുറ്റിനും എന്തെല്ലാമുണ്ട്. ഓമയ്ക്ക ഉണ്ട്, ഒരുപാട് ഇലവർഗ്ഗങ്ങളുണ്ട്. ഇതാരും മേടിക്കുന്നില്ല. ഇന്നലെ തന്നെ ഞാനൊരു തിരുവനന്തപുരം എയർപോർട്ടിൽ പോയിട്ട് ഹാർബറിന് അങ്ങോട്ട് ഒന്ന് പോയി മീനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. പോകുന്ന വഴിക്ക് ഈ ചീരയും ഈ മുരിങ്ങയിലയൊക്കെ ഓരോ പിടിക്ക് 30 രൂപ വെച്ചാണ് അവർ വിൽക്കുന്നത്. നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഒരു ടൺ കണക്കിന് ഓടിച്ചുകൊണ്ട് പോകാനുള്ള മുരിങ്ങയിലകളും ഇവിടെ നിൽക്കുക. ഓമയ്ക്ക തിരുവനന്തപുരം സിറ്റിയിലോട്ട് പോകണം. ഓമയ്ക്കയെല്ലാം വിൽക്കുന്നത് നമുക്ക് ഇവിടെ എല്ലാം കാണുമ്പോൾ പുച്ഛമാണ്. അവർക്ക് ഗുണമുള്ളതും ഗുണമില്ലാത്തതും തിരിച്ചറിയാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് വിഷമില്ലാത്തതൊന്നും നമുക്ക് പറ്റത്തില്ല. നമ്മൾ പൈസ കൊടുത്ത് പോയി വിഷമുള്ളതൊക്കെയാണ് മേടിച്ച് കഴിക്കുന്നത്. നമ്മുടെ ചുറ്റിനും ഉണ്ട്, ഒരുപാട് ഐറ്റങ്ങളുണ്ട് തോരൻ വെക്കാൻ. വാഴക്കൂമ്പുകൾ ആരും ഇന്നത്തെ തലമുറകൾ ആരും വാഴക്കൂമ്പുകളൊന്നും ഉപയോഗിക്കുന്നത് ഞാൻ ഇപ്പോൾ കാണാറില്ല. പണ്ടുള്ളവർ എന്തെല്ലാം ഇലവർഗ്ഗങ്ങളാണ് കഴിക്കുന്നത്. നമുക്ക് പോലും അറിയത്തില്ല അവർ ഏതെല്ലാം ഇലകളാണ് ഉപയോഗിച്ചിരുന്നതെന്ന്. പക്ഷേ നമ്മളെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതിനെക്കുറിച്ച് വലിയ അറിവുമില്ല. അതിൻ്റെ ഗുണത്തിനെപ്പറ്റി അതിനെക്കുറിച്ച് അറിവില്ല. കാരണം അവർ പറയുന്നത് ഒരുപാട് ഈ തകരയിലൊക്കെ എന്ന് പറയുന്ന ഒരുപാട് പൊന്നാരി വീരൻ എന്ന് പറയുന്ന ഒരുപാട് മരുന്നുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നവരുണ്ട് പഴമക്കാർ. നമുക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ പോയി തോരൻ വെക്കാനും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെളിയിൽ പോയി മേടിക്കുന്നത്. നമ്മുടെ ചുറ്റിനുമുള്ളത് നമ്മൾ കഴിക്കൂ. അതാണ് നമുക്ക് ആരോഗ്യത്തിനും നല്ലത്. വിഷവുമില്ല. എന്തുകൊണ്ടും നമുക്ക് ഗുണം നമ്മുടെ ചുറ്റിനുമുള്ളത് തന്നെയാണ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറഞ്ഞത് കണക്ക് നമ്മുടെ ചുറ്റിനുമുള്ളത് ആദ്യം കഴിക്കുക.